ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടാൽ തന്നെ നാവിൽ വെള്ളം ഊറുന്നൊരു പലഹാരമാണ്. അപ്പം നമ്മളത് കടുക്ക വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരം കൊണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പം ഞാനിത് കടുക്കത നന്നാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ കടുക്ക നടു പൊളിച്ച് അതിലുള്ള പുല്ലൊക്കെ കളഞ്ഞ് നല്ല ചളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ടൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്ത് വരാം. ഇനി നമുക്കതിലേക്കൊരു മാവ് തയ്യാറാക്കണ്ടേ. അരി, പച്ചരി, അതുപോലെ ജീരകം, തേങ്ങ, പിന്നെ നമ്മളതിലേക്ക് ചെറിയുള്ളി, അല്പം മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അത് നമുക്ക് മാവ് അല്പം ടൈറ്റായി വരേണ്ടതുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ നന്നാക്കി ടൈറ്റായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ല് ചെയ്ത് അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ടും ആവിയിലിങ്ങനെ വേവിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് നമുക്കിനിയൊരു കൂട്ടും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടി നമ്മളതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മളത് വറുത്തെടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതൊന്ന് വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കടുക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കൂടുതലും കടുക്ക കിട്ടുന്നൊരു സീസണും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.